ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഞാനിതാ എൻ്റെ വീട്ടിലെത്തി കേട്ടോ. ഓണം വെക്കേഷനല്ലേ, അപ്പോൾ ഞാൻ 2 ദിവസം നിൽക്കാമെന്ന് വിചാരിച്ച് വന്നതാണ്. ഓണത്തിന് അങ്ങോട്ട് തന്നെ പോകണം. അപ്പോൾ ഇതാ ഞാൻ രാവിലെ എണീച്ച് വന്നപ്പോൾ അമ്മ ഇതാ പൂവൊക്കെ ഇടാൻ നിൽക്കുകയാണ് കേട്ടോ. വീട്ടിലെത്തി നമ്മൾ പിന്നെ മെഴുകിയല്ലേ എണീക്കൂ. അപ്പോൾ അതാ ഞാൻ എണീച്ച് വരുമ്പോൾ അമ്മ ഇതാ പൂവൊക്കെ ഏകദേശം ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ നോക്കിയിരിക്കുകയാണ്. ഞാൻ പൂവിടാൻ കൂടിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ അപ്പോൾ എണീച്ച് വന്നിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഇശമോൾ ഇതാ നേരത്തെ തന്നെ എണീച്ചിട്ട് അമ്മയുടെ പിന്നാലെ കൂടിയിട്ടുണ്ടേ. അവൾ പിന്നെ നേരത്തെ എണീക്കും. അവളുടെ ആ സമയമായാൽ അവൾ എണീക്കും. അപ്പോൾ പിന്നെ ഇവിടെ വന്നാൽ പിന്നെ അവൾക്ക് വാശിയൊന്നുമില്ല, അമ്മയുടെ പിന്നാലെ കൂടിക്കോളും. ഇത് അപ്പുറത്തെ വീട്ടിലെ നായയാണ് കേട്ടോ. അപ്പോൾ അത് രാവിലെ ഇങ്ങനെ വന്നിട്ടാണ്. അപ്പോൾ ഇശമ്മളുടെ കയ്യിൽ ബിസ്ക്കറ്റ് ഉണ്ട്, അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അവളത് ഒരു കഷ്ണം കൊടുത്തു. അപ്പോൾ അത് ബാക്കിയും കൂടി കിട്ടാൻ വേണ്ടിയിട്ട് അതിങ്ങനെ നോക്കി നിൽക്കുകയാണ്. പിന്നെ അത് അച്ഛൻ വന്നു. രാവിലെ ചായക്ക് പുട്ടാണ്. അപ്പോൾ പുട്ടിന് ചെറുപഴം കൊണ്ടുവരാൻ പോയതാണ് കേട്ടോ. അപ്പോൾ ആ അമ്മമ്മയ്ക്ക് കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് അവളുടെ കൈ കൊടുത്തേ. അതുകൊണ്ട് അവൾ എനിക്ക് തരുന്നില്ല. പിന്നെ അതാ ഉച്ചയ്ക്ക് ചോറിന് മട്ടൻ മേടിക്കാമെന്ന് പറഞ്ഞിട്ടാണ് അച്ഛൻ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതാണ് റിച്ചുവിൻ്റെ കൈ കൊടുക്കുന്നത്. അപ്പോൾ അവൻ വേഗം എൻ്റെ കൈ കൊടുത്തു തന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് മട്ടനാക്കാമെന്ന് ഇന്നലെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ അടുക്കളയിൽ ചെന്ന് നോക്കിയപ്പോൾ അമ്മ ഇതാ പുട്ടൊന്നും ഉണ്ടാക്കുന്നുണ്ട്, ചായക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഫ്രഷായി വന്നിട്ട് ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു. പുട്ടും പപ്പടും പഴവുമായിരുന്നു ചായക്ക്. പിന്നെ അതൊക്കെ കഴിച്ചു. ഞാൻ ഇവിടെ വന്നാൽ പിന്നെ രാവിലെ ഞാൻ അടുക്കളയിൽ കയറാറേ ഇല്ല. അമ്മയാണൊക്കെ ഉണ്ടാക്കി തരുന്നത് കേട്ടോ. പിന്നെ ഇത് അമ്മ പുതുതായിട്ട് നട്ട ഔട്ട്ഡോർ പ്ലാന്റ് ആണ് കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നേ കാണാൻ. പിന്നെ ഞാൻ കുളിച്ചൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഓണക്കോടി എടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഞാൻ തിരുവോണത്തിൻ്റെ അന്ന് രാവിലെ ഇടാൻ വേണ്ടിയിട്ട് ഒരു ടോപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഫ്രീ സൈസ് ആയിരുന്നേ, ഭയങ്കര ലൂസായിരുന്നു. അപ്പോൾ അത് ഷേപ്പാക്കാണ്ടായിരുന്നു, കട്ട് ചെയ്തിട്ട് ഷേപ്പാക്കാൻ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ പണിയിലാണ്. അപ്പോൾ ഞാൻ കയ്യിൻ്റെ നൂലൊക്കെ അഴിച്ചെടുക്കുകയാണ് ആദ്യം. ഞങ്ങൾ രാവിലെ ടൗണിലേക്ക് പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തതായിരുന്നു കേട്ടോ. അപ്പോഴാണ് ഭയങ്കര മഴ. തിരുവോണം ആവാനായില്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് അമ്മ പോവാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനും കൂടി പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. നേരത്തെ പോയി വരാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഭയങ്കര മഴ കാരണം എന്നാൽ പിന്നെ കുറച്ച് മഴയൊക്കെ നിന്നിട്ട് പോകാമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യാനിരുന്നത്. അപ്പോൾ കൈയൊക്കെ നൂലൊക്കെ അഴിച്ച് കട്ട് ചെയ്തിട്ട് ഷേപ്പാക്കി വെട്ടിയിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴേക്കും മഴ നിൽക്കുകയാണെങ്കിൽ അപ്പോൾ പോവാം, അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം പോകാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ മഴയൊക്കെ നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് ഞാൻ ആദ്യം ഇട്ട് നോക്കിയപ്പോൾ കുറച്ചും കൂടി ലൂസായിരുന്നു. ഞാൻ ഇപ്പോൾ നല്ല മെലിഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ പിന്നെയും ഷേപ്പാക്കി ഇട്ട് നോക്കിയപ്പോൾ കറക്റ്റായിട്ടുണ്ട് കേട്ടോ. അല്ലാണ്ട് എൻ്റെ ഷേപ്പാക്കിയില്ല, കുറച്ച് ലൂസിൽ നിന്നോട്ടെ വിചാരിച്ചു. ഇതാണ് ആ ഫൈനൽ ലുക്ക്. അങ്ങനെ അതൊക്കെ ഇട്ട് റെഡിയാക്കിയപ്പോൾ നല്ല മഴയൊക്കെ നിന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ പോകാൻ റെഡിയായി കേട്ടോ. ഞാനും റിച്ചും ഇഷമോളും റെഡിയായി അമ്മേനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി പോകാമെന്ന് വിചാരിച്ചത്. അപ്പോൾ അച്ഛനും കൂടി ഉണ്ട്. കാരണം അമ്മയ്ക്ക് ഞങ്ങളെല്ലാവരും കൂട്ടിയിട്ട് സ്കൂട്ടിയിൽ ഇരുത്താൻ വയ്ക്കില്ല. 2 മക്കളും ഞാനും കൂടി ഇരിക്കുമ്പോൾ അമ്മയ്ക്ക് വയ്ക്കില്ല. അപ്പോൾ അച്ഛനും കൂട്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ അച്ഛനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. അമ്മ റെഡിയായി, അമ്മ വന്നിട്ടുണ്ട്. പിന്നെ അച്ഛനും വന്നു. പിന്നെ അച്ഛൻ്റെ കൂടെയാണ് ഞങ്ങൾ കയറി. റിച്ചുവിനോട് അമ്മയുടെ കൂടെ കയറാൻ പറഞ്ഞിട്ടും കയറിയില്ല കേട്ടോ. ഞങ്ങളുടെ കൂടെ തന്നെ കയറിയേ. അപ്പോൾ ഞങ്ങൾ പോയി ടൗണിലെത്തി. ആദ്യം ഓണച്ചന്തയിലാണ് പോയല്ലോ. അപ്പോൾ അവിടെ നിന്ന് പച്ചക്കറികളൊക്കെ മേടിക്കാമെന്ന് വിചാരിച്ചു. അവിടെ ഭയങ്കര ഫ്രഷ് ആയിട്ടുള്ള സാധനങ്ങൾ കിട്ടുമല്ലോ, പുതിയ സ്റ്റോക്കും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് പച്ചക്കറികളൊക്കെ മേടിച്ചു. അവിടെ നിന്ന് തന്നെ വറവും മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പപ്പടമൊക്കെ അവിടെ നിന്ന് തന്നെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അവിടത്തൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പോകാൻ നേരത്തെ കൊലയും കൂടി മേടിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞു അച്ഛൻ. അപ്പോൾ അത് നോക്കിയെടുക്കുകയാണേ, നല്ലത് നോക്കിയെടുക്കണം. ഇത് പച്ചങ്ങനെ മേടിച്ചാൽ 2 ദിവസത്തിനുള്ളിൽ അത് പഴുക്കും. അപ്പോൾ അച്ഛൻ ബില്ലാക്കാൻ പോയി. അപ്പോൾ അവന് വീട്ടിലിടാൻ ട്രൗസർ ഇല്ലായിരുന്നു ഇവിടെ. അപ്പോൾ അത് മേടിക്കാമെന്ന് വിചാരിച്ചാൽ അത് കയറി അത് മേടിച്ചു. പിന്നെ ഇശമോൾക്ക് വീട്ടിലിടാനൊരു ചെരുപ്പ് മേടിച്ചിട്ടുണ്ടായിരുന്നു, PP ചെരുപ്പാണേ. പിന്നെ പോകുന്ന വഴിയിൽ പൂവും ഉണ്ടായിരുന്നു, പൂവും മേടിച്ചു. ഓരോ കിറ്റിന് 50 രൂപ കേട്ടോ. അങ്ങനെ ഒരു കിറ്റ് പൂവ് മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി ചോറ് കഴിക്കുകയാണ്. ചോറിന് മട്ടൻ കറിയും പൂളയും പപ്പടും പുളിയിഞ്ചിയായിരുന്നേ. അപ്പോൾ അതൊക്കെ കൂട്ടി ചോറ് കഴിച്ചു. ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ ഇങ്ങനെയാണ് എൻ്റെ സൺഡേ പോയത് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഞാൻ ഓൺ വോയിസ് ആയിട്ട് വീഡിയോസ് ഇതിൽ തുടങ്ങിയിട്ട് ഇപ്പോൾ കുറച്ചായിട്ടുള്ളേ. അതിൻ്റെ കുറച്ച് പരിമിതികളൊക്കെ ഉണ്ടാവും. അപ്പോൾ എന്തെങ്കിലും തെറ്റൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ പറയണേ. സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ബൈ ബൈ.